പണ്ട് മലയാളത്തിലൊരു പാട്ടുണ്ടായിരുന്നു, വാചാലം എൻ മൗനവും നിൻ മൗനവും എന്ന് തുടങ്ങുന്നൊരു പാട്ട്. ഏത് പടമാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് മൗനം പോലും വാചാലമാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. സത്യമാണ് കേട്ടോ. ഈ മൗനം വാചാലമാണെന്ന് പഠിച്ചത് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലുണ്ടായ 1-2 സംഭവങ്ങളിലാണ്. കർണാടകയിൽ അവിടെ കയ്യേറ്റക്കാരായ കുറേ കുടുംബങ്ങളെ അനുചിതമായ രീതിയിൽ അവിടെ നിന്ന് സർക്കാർ കുടിയിറക്കി, അല്ലെങ്കിൽ ഒഴിപ്പിച്ചു. അത് ഒഴിപ്പിച്ചതോടുകൂടി അതിൻ്റെ രൂപം മാറി, ഭാവം മാറി, എല്ലാ സംഗതികളും മാറി. അതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ തിരികെ കയറ്റി. കോൺഗ്രസ് എന്താണ് ചെയ്യുന്നതെന്നോർത്ത് ചാനലുകളിൽ പൊട്ടിത്തെറിച്ചു. നിഷാദ് റാവുത്തർ എഴുന്നേറ്റ് കസേരയെടുത്ത് നിലത്തടിച്ചു. എന്തൊക്കെയാണ് നടക്കുന്നത് എന്നറിയാൻ വയ്യാതെ. സംഗതി അവിടെ ഒരുപാട് ഒഴിപ്പിക്കൽ നടന്നുവെങ്കിലും ഈ ഒഴിപ്പിക്കലിനെക്കുറിച്ച് കാണാൻ, മുണ്ടാൻ ഒക്കെ വേണ്ടി സാക്ഷാൽ നമ്മുടെ റഹീമുക്ക അവിടെ പോയി. റഹീമുക്കാട് ഇംഗ്ലീഷ് കൈവിട്ടുപോയി. പിന്നെ നമ്മുടെ ജലീലിക്ക പോയി. ജലീലിക്ക പോയപ്പോൾ അവിടെ കാണുന്നത് യലഹങ്കയല്ല, ഗസയാണ്. കുടിയൊഴിപ്പിക്കപ്പെട്ട മനുഷ്യരുടെ വംശഹത്യ നടത്തുന്ന നെതന്യാഹുവിൻ്റെ സ്പർശമുള്ള സാക്ഷാൽ ഗസ. ഇതെല്ലാം കണ്ട് വളരെ വാചാലപൂർവ്വം എല്ലാവരും പരാക്രമം നടത്തി. കോൺഗ്രസിനെ തിരുത്തി, കോൺഗ്രസിനെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, KC വേണുഗോപാൽ അത് ഇതുമൊക്കെ പറഞ്ഞു. അവസാനം അവർ ഇവർക്ക് കെട്ടിടം നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അതിനുള്ളിൽ അത് പൂർണ്ണമായും സൗജന്യമല്ല, അവർക്ക് വീട്ടുപകരണങ്ങൾ വാങ്ങിച്ചു കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം. നമ്മുടെ അരുൺകുമാർ സാറൊക്കെ ഭയങ്കരമായ ബഹളം. ഇതെന്ത് നീതിയാണ്, പാവപ്പെട്ടവരെന്ത് ചെയ്യണം എന്നൊക്കെ ഓർത്ത് വല്ലാണ്ട് കരഞ്ഞ് നിലവിളിക്കുന്നു. ഈ സന്ദർഭത്തിൽ നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഒരു സംഭവം ഉണ്ടായി. SYSൻ്റെ കുട്ടികൾ, അവർ സേവന പ്രവർത്തന രംഗത്ത് സമാനതകളില്ലാത്ത മാതൃക കാണിക്കുന്നവരാണ്. ഞാൻ പല സന്ദർഭങ്ങളിലും ഈ യാത്രയൊക്കെ പോകുമ്പോൾ ഈ പാലിയേറ്റീവ് കെയർ ഡേയ്ക്കൊക്കെ റോഡിൽ നിന്ന് സഹായങ്ങൾ സ്വീകരിച്ച് അത് മനുഷ്യർക്ക് എത്തിക്കുന്നതിന് വേണ്ടി പാടുപെടുന്നവർ, ഒരുപക്ഷെ മുസ്ലിം സംഘടനകളുടെ കൂട്ടത്തിൽ അത്തരമൊരു കൂറും ബാധ്യതയും തങ്ങളുടെ പ്രസ്ഥാനത്തോടുള്ള ഒരു ചെറുപ്പക്കാരുടെ സംഘമാണ് ഈ SYS എന്ന് പറയുന്നത്. അവർ ഈ പറയുന്ന തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഈ മോർച്ചറിയിലെത്തുന്ന രോഗികൾക്ക് ആവശ്യമായ വസ്ത്രം വാങ്ങി നൽകാറുണ്ട്. അത് ബന്ധുക്കൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കാറില്ല, അല്ലാത്തവർക്കത് വാങ്ങിക്കൊടുക്കും. അതിലവർ പ്രതീക്ഷിക്കുന്നതൊരു തൃപ്തി മാത്രമാണ്, സംതൃപ്തിക്കപ്പുറം വേറൊരു കാര്യവുമില്ല. പക്ഷേ ഒരൊറ്റ കത്ത് ഹിന്ദു ഐക്യവേദി കൊടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ സംഭവിച്ചത് അതങ്ങ് നിരോധിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ആ കൊടുത്തവരെയും നൽകുന്നവരെയും വിളിച്ചിരുത്തി അതിനൊരു ക്രമീകരണം ഉണ്ടാക്കുകയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളും കൊടുത്തോ, അവരും കൊടുത്തോട്ടെ എന്ന് പറയുന്ന ഒരു സംഗതിക്കപ്പുറത്ത് അത് വളരെ പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ആ സ്റ്റോപ്പ് ചെയ്ത വാർത്തയും പുറത്തു വന്നു. ആരും പ്രതികരിച്ചില്ല, ആരും പൊട്ടിത്തെറിച്ചില്ല, ആരും കരഞ്ഞില്ല. ദേ നോക്കൂ, നമ്മുടെ വെള്ളാപ്പള്ളി സാറ് ഒരു മൈക്കുകാരനെ പിടിച്ച് പോടാ എന്നും പറഞ്ഞ് തള്ളിയിട്ട് ആ ചോദിച്ച ചോദ്യങ്ങളുടെ പൊരുൾ തേടിയോ അതിലെ ന്യായാന്യായങ്ങൾ അന്വേഷിച്ചോ ഒന്നും ഒരു ചാനൽ ചർച്ചയും ഒരു പോസ്റ്റും ഒരു പാർട്ടിക്കാരും ആരും ഇട്ടില്ല. അത് വല്ല മീഡിയ വണ്ണിൻ്റെ ചാനലായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ റഹീമുക്കയും ജലീലിക്കയും ഒക്കെ മൗദൂദി ചാനൽ ഈ കേരളത്തിൽ നടത്തുന്ന കുത്തിയിളക്കലുകളുടെ ഭാഗമായി അതിൻ്റെ പോസ്റ്റ് ഇട്ടേനെ, പിന്നെ ചാനലുകളിൽ പൊട്ടിച്ചെറിച്ചേനെ. ജയശങ്കർ ഒരു കേരളത്തിലെ പ്രബുദ്ധമായ ഒരു സമുദായത്തിൻ്റെ നേതാവിന് പോലും ഇറങ്ങി നടക്കാൻ വയ്യാത്ത സ്ഥിതി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം പുകിലായേനെ. ഈ മലപ്പുറത്തെ സമസ്തയുടെയോ ലീഗിൻ്റെയോ ഏതെങ്കിലും ഉസ്താദന്മാരോ നേതാക്കളോ ആണ് ഇങ്ങനെ പ്രതികരിച്ചതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തെല്ലാം തരത്തിലെ പുകിലുണ്ടായേനെ. പക്ഷേ ഇപ്പം നോക്കൂ, വല്ല മിണ്ടാട്ടമുണ്ടോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മലയാളികളും മപ്ലാവുകളും മുസ്ലിം ബുദ്ധിജീവികളും മുസ്ലിം പക്ഷത്ത് നിൽക്കുന്നവരുമെല്ലാം കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ, കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലെ ഒക്കെ അടക്കമുള്ള മനുഷ്യരുടെ നീതിക്ക് വേണ്ടിയാണ് നിലവിളിക്കുന്നത്. അല്ലാതെ അവരാരും കേരളത്തിൽ ഈ സ്ഥിതിയെക്കുറിച്ച് ഓർത്ത് ഒരു വിഷമവുമില്ല, ഒരു അവകാശ ലംഘനത്തെക്കുറിച്ചും മിണ്ടുന്നുമില്ല. അതുകണ്ട് ഈ 2026 തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സ് ധന്യമായി. എൻ്റെ മനസ്സിൽ നിന്ന് പൂമ്പാറ്റകൾ പറക്കുന്നു. അതെ, കേരളം ലോകോത്തരമായി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. കർണാടകയോളം വളർന്നിരിക്കുന്നു ചിന്തകൾ.